കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിൽ പോസ്റ്റ് വെച്ചത് അട്ടിമറി ശ്രമമെന്ന എഫ്ഐആർ. തെളിവെടുത്ത് പോലീസ് എൻഐഎയും ചോദ്യം ചെയ്തു. പോസ്റ്റ് മുറിച്ച് ആക്രി വിലയ്ക്ക് വിൽക്കാനായിരുന്നു പദ്ധതിയെന്ന മൊഴി. ശശി തരൂർ അങ്ങനെയൊന്നും അടങ്ങില്ല. കോൺഗ്രസ് മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കുമെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ അഭിമുഖം. കേരളത്തിൽ കോൺഗ്രസിന് നേതൃദാരിദ്ര്യം. തന്റെ മുന്നിൽ വേറെയും വഴിയുണ്ടെന്ന് തരൂർ. നേതാക്കളുടെ എല്ലാം മറുപടി അങ്ങേയറ്റം കരുതലോടെ. മനപ്പായസമുണ്ട് ഇടത് നേതാക്കൾ. ലോകം കാത്തിരിക്കുന്ന ക്രിക്കറ്റ് പോരാട്ടത്തിന് ഇനി 1.5 മണിക്കൂർ. ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരം 2:30 ദുബായിൽ. ജയിച്ചാൽ സെമിയിലേക്ക് ഇന്ത്യ എളുപ്പത്തിലെത്തും. ന്യൂസിലൻഡിനോട് തോറ്റ പാക് ടീം കടുത്ത സമ്മർദ്ദത്തിൽ. തെലങ്കാനയിലെ ടണലിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാൻ സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും കഠിന പ്രയത്നം. ടണലിൽ ചെളിയും വെള്ളവും നിറഞ്ഞത് തിരിച്ചടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവനെടുത്ത വാഹനാപകടങ്ങൾ. തൃത്താലയിൽ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി 1 വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. ചടയമംഗലത്ത് പരിക്കേറ്റവരുമായി പോയ കാർ അപകടത്തിൽപ്പെട്ട യുവതി മരിച്ചു. താമരശ്ശേരി ചുരത്തിലും പുനലൂരിലും അപകടങ്ങൾ. മദ്യലഹരിയിൽ നാടിനെ നടുക്കുന്ന കൊലപാതകങ്ങൾ. തിരുവനന്തപുരം നഗരൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന സഹപാഠി. ചെങ്ങന്നൂരിൽ ചേട്ടനെ അനുജൻ കഴുത്തിൽ കയറുമുറുക്കി കൊന്നു. അട്ടപ്പാടിയിൽ അമ്മയെ തലക്കടിച്ചു കൊന്നു മകൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരം. ശ്വാസതടസ്സമുള്ളതായി ജമേലി ആശുപത്രി. ജീവൻ നിലനിർത്താൻ കൂടിയ അളവിൽ ഓക്സിജൻ നൽകുന്നതായി ഡോക്ടർമാർ.